എല്ലാവർക്കും ഈ ടോക്സിലോട്ട് സ്വാഗതം. ഒരു വെറൈറ്റി ഉണ്ടോ അതില്? നിന്റെ ഇടയിൽ ഒരാൾ സംസാരിച്ച അല്ലല്ല, ഇത് മാറ്റി വെക്കട്ടെ. ഇപ്പൊ കണ്ടോ? വ്യക്തമായി. സോ ഗൈസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഒരു ബോൾ വെച്ചുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് പിൻ ബോൾ എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറെ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പാത്ത് വേ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ മിസ് മനസ്സിലായോ? മനസ്സിലായില്ല? എന്ന് പൊക്കോ. നമ്മള് കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 കറങ്ങി തന്നെ അങ്ങനെ ഇവിടുന്ന് കുറെ വഴിയുണ്ട്, മനസ്സിലായോ? പക്ഷെ ഫിനിഷിംഗ് പോയിന്റ് ഒറ്റ ഒന്നേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ഈ 4 പേരാണ് ഗൈസ്. ഓക്കെ, എഡ്വിൻ ഉണ്ട്, ആമീസ് ഉണ്ട്, കൊമ്പൻ ഉണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ഇതിൽ വിന്നർ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ ആരാണ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ എത്തുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, സോ അങ്ങനെയാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഒരാൾക്ക് ഇത്ര ടൈം, ഒരാൾക്ക് ഇത്ര ടൈം ഒന്നല്ല, എത്ര ടൈം കൊടുക്കാം. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആരാണ് അവരായിരിക്കും വിന്നർ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കുറെ പുറത്തോട്ട് ചാടാനുള്ള കുറെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടി ചാടി പോവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ തുടങ്ങണം. മനസ്സിലായോ? അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുന്ന് പുറത്ത് ചാടി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ തുടങ്ങണം. ഇതായിരിക്കും ചെക്ക് പോയിന്റ്. അതെ, ചെക്ക് പോയിന്റ് ഇവിടെ ഒറ്റ ചെക്ക് പോയിന്റ് ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെക്ക് പോയിന്റ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഊതുമ്പോൾ നേരെ ഒതുക്കുക. കള്ളക്കളി എങ്ങനെ കളിക്കാന്നല്ല. ഓക്കെ, അതല്ലേ അതല്ലേ ചോദിച്ചത്. സീനിയറിനോട് നീ കൗണ്ടർ അടിച്ചു തുടങ്ങിയോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പിൻബോൾ ചാലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു കാര്യമുണ്ട്, മെയിൻ ഉള്ള ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് നാളെ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ ഫസ്റ്റ് കളിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്രൂ ടീം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആരെ കളിക്കണമെന്നല്ല. ഫസ്റ്റ് നമ്മുടെ കൊമ്പൻ കളിക്കുന്നതായിരിക്കും. സെക്കൻഡ് എഡ്വിൻ ബിസി കളിക്കുന്നതായിരിക്കും. തേർഡ് ആമീസ് കളിക്കുന്നതായിരിക്കും. ഗൈസ് തുടങ്ങാം. റെഡി അല്ലേ? അപ്പോ ടൈമർ വെച്ചോണം. ഓക്കെ, ടൈമർ വെച്ചോണം. ആമീസ് റെഡി അല്ലേ? ആമീസ് റെഡി ആണോ? റെഡിയാണോ? 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൊമ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ആമീസ് മാറിക്കോ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ താഴെ പോയതോണ്ട് വീട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങോട്ട് നിന്ന് ഇവിടെ തന്നെ കിടക്കും തോറ്റ് തൊപ്പിട്ട്. കൊമ്പൻ ദ ഗ്രേറ്റ് പ്ലെയർ. ഗൈസ്, ആദ്യം കടന്നിരിക്കുന്നു. റോങ് വേ കൂടെ പോയി കഴിഞ്ഞാൽ ടൈമർ ഓടുന്നു. പുറത്തുപോയി. അതന്നെ റിലാക്സ്. വെട്ട് കൊമ്പാച്ച ഫ്രണ്ടിൽ നിന്ന് ഊതിക്കോ, ബാക്കിൽ നിന്ന് ഊതരുത്. കാറ്റ് ബാക്ക് കൂടെ ഉള്ളത്. കൊമ്പൻ ഓൺ ദ ഫ്ലോർ. അല്ല, റോങ് വേ. അപ്പുറത്ത് കൂടെ വരണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കള്ളക്കളി. എടാ, ഇവനെത്ര അങ്ങോട്ട് പോകുന്നു, അവിടെ പോയിട്ട് ഊതണം. ഓക്കെ, സോ കറക്റ്റ് ഉള്ളി കൂടെ തന്നെ പോണം. ധോണിനെ മറിച്ചിടല്ലേ? ധോണിയായിട്ട് ഫ്രഞ്ചൈസ് അടിക്കുന്ന അതും തൊടാൻ പാടില്ല, ഇതിലും തൊടാൻ പാടില്ല, ഒന്നിലും തൊടാൻ പാടില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ വീണ്ടും കാറ്റിപ്പോ പോകും. ഓ ഗായ്സ്, അങ്ങനെ ഫൈനലി വീണ്ടും നേരത്തെ പോയ ഭാഗം തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഓക്കെ, പോ, പേടിക്കണ്ട, സൂക്ഷിച്ചു ഉള്ളു കളി. വീണ്ടും വന്ന വഴി കൂടെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, വെള്ളം വേണോ? 1 മണിക്കൂറായ ഫസ്റ്റ് കടന്നിരിക്കുന്നു. അവിടെ 2 വഴിയുണ്ട്. ഓക്കെ, അത് കൂടി 2 വഴിയുണ്ട്. ഓക്കെ, സോ അപ്പൊ ഒരു വഴി കൂടി കൊമ്പൻ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 2 വഴി ഫ്രണ്ടില്. ഗൈസ്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കൂടെ പോയി കയറി കൊമ്പ പിന്നെ ഇവിടുന്ന് തുടങ്ങേണ്ടി വരും. എടാ, പേപ്പർ ഊതിക്കളയല്ലേ? ഓ ഗൈസ്, ഓ മൈ ഗോഡ്.
കൊമ്പൻ. അതന്നെ ഇല്ല. അതന്നെ Guys. Guys, അപ്പൊ 1 മണിക്കൂറായി ഇപ്പൊ 1 മണിക്കൂറായി ഗൈസ്. ഇനി ആദ്യം മുതൽ കൊമ്പൻ സിനിമയൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ആദ്യം മുതൽ കൊമ്പൻ. വീണ് പോയി താഴെ പോയി. ബാക്കിട് ഇതിനുള്ളിൽ കൂടെ തലവരെ കിട്ടുന്നില്ലല്ലോ. പേടിക്കണ്ട. ഗൈസ്, വീണ്ടും നമ്മുടെ ടഫ് സിറ്റുവേഷൻ ആണ്. സൂപ്പർ. ഇവിടെ എന്താ ഇവിടെ കളി ഒന്ന് മാറി ഇതിന്റെ അകത്തൂടെ ഇല്ല കേട്ടണ്ടേ? ഞാൻ എടുത്തു വെച്ച് കളിപ്പിക്കാം നിങ്ങളെ. ഊതി ചാവട്ട്. കൊമ്പന് ഞാനൊരു അവസരം കൊടുക്കാൻ കഴിച്ചു. കൊമ്പൻ ഈ ബ്രിഡ്ജിന്റെ അവിടെ എത്തിക്കാനാണ് കൊമ്പൻ ഇത് ചെക്ക് പോയിന്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇവിടുന്ന് പുറത്തു പോയാലും നിനക്ക് ഇവിടുന്ന് വീണ്ടും കളിക്കാം. ഇവിടെ എത്തുവാണെങ്കിൽ അപ്പൊ ചെക്ക് പോയിന്റ് ഞാൻ തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് പോയാലും നീ അവിടെ തന്നെ കളിച്ചോ, അല്ലാണ്ട് നിനക്ക് ഇവിടുന്ന് പറ്റും തോന്നുന്നു. നേരെ അപ്പുറത്തോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പൊ വീണ്ടും കൊമ്പൻ പോരാളിയായിരിക്കുന്നു ഗായ്സ്. എന്താ പ്രശ്നം അറിയാവോ? എന്താ പ്രശ്നം അറിയാവോ ഇതില്? വഴി ഏതാന്നറിയില്ല. അതാണ് പ്രശ്നം. എനിക്കറിയാം. പുതിയോ ഇനി കിട്ടാ ഇവരെന്താ ഫ്രണ്ടിലോട്ട് ഊതിട്ട് ബാക്കിലോട്ടൊക്കെ പോകുന്ന ബോള്. എന്തൊരു കുളത്തിൽ മേലായിരുന്നു. ഓ ഗൈസ്, ഫൈനൽ പോയിന്റ്. ഒരാള് തുള്ളിച്ചാടുന്നു. പുറത്തു പോയി ഇയാള് തുള്ളിച്ചാടുന്നെന്ന് ഞാനും. 6 മിനിറ്റ് ആണ് ഗൈസ്. ഒക്കെ 6 മിനിറ്റിൽ ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ കൊമ്പൻ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഊത്ത് ചതിക്കുന്നു ഗൈസ്. പവർഫുൾ ഊത്തായിരുന്നു, അതുകൊണ്ട് തിരിച്ചു പോയി. ഫിനിഷ് പോയിട്ട് നിന്നില്ല. ചോദിക്കും ഒന്നുമില്ല. വീണ്ടും പഠിച്ചിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ഊതിയാണ് എത്തിയേ. ഊതാൻ പഠിച്ചിരിക്കുന്നു കൊമ്പൻ. അതന്നെ ഒറ്റയോ തെറിക്കട്ടല്ലോ. കാണട്ടെ. സോ എത്ര മിനിറ്റ് 6 മിനിറ്റ് 52 സെക്കൻഡിൽ ഗൈസ്. പിന്നെ ചുരുക്കി. അതെ, നമ്മൾ കുറെ കട്ട് ചെയ്താണ് ഗൈസ്. എങ്ങനെയുണ്ടോ കൊമ്പ? കൊള്ളാം, നല്ലൊരു ഇതായിരുന്നു, സൂപ്പർ ആയിരുന്നു. എനിക്ക് പോടെ വന്ന ഒരുമാതിരി മറ്റേ അതല്ല, അതൊക്കെ പോട്ടെ, ഇത് കളിക്കല. എന്തിനാ ഓ പിന്നെ അപ്പുറത്തോട്ട് തെറിപ്പിക്കുവോ? ഇനി അടുത്ത നമ്മുടെ എഡ്വിൻ BCB. ഒരു കാര്യമില്ല. ശരി അമ്മച്ചി, മനസ്സിലായില്ല. നേരത്തെ തിരിച്ചാ പറഞ്ഞു. പോട്ട് സാറില്ല. 3, 2, 1 എഡ്വിൻ BCB. ആണല്ലോ. നമ്മുടെ എഡ്വിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തട്ടിരുന്നത് മുടിയൊക്കെ ഒന്ന് പൊക്കി പിടിക്കാവോ? മുടി കാരണം ബോളൊന്നും കാണില്ല. ഓക്കെ, സോ ഗൈസ് വീണ്ടും ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ എത്താനായിരിക്കുന്നു. ഈ മുടിയാണ് തട്ടിക്കൊണ്ടാണ്. ഊന്നല്ല തോന്നുന്നുണ്ട്. മുടിയാണ് ബോള് കൊണ്ടാണ്. എന്തുവരെ കൊറേ നേരമല്ലോ. അയ്യോ
ഗായ്സ് ഈ ചാനൽ തീരുമ്പത്തിന് എന്റെ ഒരു ശ്വാസം പോകാൻ ചാൻസ് ഉണ്ട് ഗായ്സ്. പോട്ടെ മോനെ. ഇത്രയും ഊതുമ്പത്തിന് ഞാൻ ചത്തുപോകും. എടാ അതിന്റെ ഇടയ്ക്കൂടെ അല്ലടാ എന്തുവാണ് മാറിയിരുന്നോ ആവശ്യം മാറിയിരുന്നു അപ്പൊ തട്ടിയിടുന്നില്ല മാറിയിരുന്നോ. ആ വീണ്ടും ചെക്ക് പോയിന്റ് കുറച്ചൊക്കെ ഊതി കുറച്ചൊന്നും കാറ്റുണ്ടാവില്ല കേട്ടല്ല. എടേ അവിടെ വരത്തുള്ള ഊത്ത് വേണം കേട്ടോ. കളി തുടങ്ങി ഇത്ര നേരം ഇവിടെ കിടന്ന് തിരിയുന്ന ഇവനാണ് എന്റെ ഹീറോ ഗൈസ്. ഓക്കെ ആ തെറിപ്പിക്ക് അടിച്ച് തെറിപ്പിക്ക് സിക്സ് ആർക്ക്. അയ്യോ അപ്പൊ എന്റെ അവസ്ഥ ആവശ്യം മാറിക്കപ്പോ തട്ടിയിടും നിന്നെ. ഓക്കെ ഗായ്സ് അങ്ങനെ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഓ ഇനി ബാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഊതിയാ മതി കേട്ടോ. ആ ചെക്ക് പോയിന്റ് ഗായ്സ് ഓക്കെ അപ്പൊ ചെക്ക് പോയിന്റ് കടന്നു പോകുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എടാ അതുകൂടെ വഴിയുണ്ട് അങ്ങനെ കറങ്ങിപ്പോവാം അതുകൂടെ കറങ്ങിപ്പോവാം. എത്ര മിനിറ്റ് ആയെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ 3 മിനിറ്റ് ആയിരിക്കും. 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. താഴെ പോവൂ പോട്ടെ. ഓക്കെ 3 മിനിറ്റ് 4 സെക്കൻഡില് ഗായ്സ്. ഓക്കെ BCB ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. എങ്ങനെടാ ശ്വാസം കിട്ടുന്നുണ്ടോ? കൺഗ്രാറ്റ്സ് ഒന്നുമില്ല, കാറ്റ് വരട്ടെ. കുറച്ച് കാറ്റ് അകത്തോട്ട് എടുക്കണ പുറത്തോട്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്തോ. 3, 2, 1 പിന്നല്ലാതെ സ്റ്റാർട്ട്. തോറ്റ് അവിടെ നിന്ന് അനങ്ങുന്നില്ല. എന്ത് നോക്കുന്ന രാജീവ് പരിശീലിച്ചിട്ടുണ്ടാണോ അത്? റാഷിക് ടി വി രാവിലോട്ട് വൈകുന്നേരം ഇതിനകത്തിരുന്ന് അവിടുന്ന് അവിടെ ഊതി കയറ്റുമെന്ന് എനിക്ക് തോന്നല റാഷിവേ. നല്ല കുറച്ച് പയ്യൊക്കെ വന്നു രാജീവി. അതെ ഇത് ഇച്ചിരി പയ്യ ആക്കാട്ടാ. രാജീവി 1 മിനിറ്റ് ആയി. രാജീവി 1 മിനിറ്റ് ആയി. മാറുന്നോ നമ്മളിനി രാജീവി 1.5 മിനിറ്റ് ആയി. 1.5 മിനിറ്റ് ആയി. അയാള് കാറ്റ് പിടിക്കുന്നേ. അതിനെ പോയി ഊതാൻ എന്തിനാ ഇതിനെ കറങ്ങണേ? ഫ്രണ്ടിൽ കൂടെ പോയി ഊതാൻ കറങ്ങാൻ. എത്ര കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു? 2 മിനിറ്റ് രാജികേ. അതല്ലേ അതാണ് വഴി. അതല്ലല്ലോ പറ്റുന്നില്ല അയാൾക്ക്. കാറ്റ് തീർന്നാ കാറ്റ് തീർന്നാ. താഴെ പോണ ദൈവമേ താഴെ
ബാറ്റ് ഫുള്ള് തീർന്നു ഗൈസ്. അപ്പൊ 3 മിനിറ്റായി. റാഷിദ് ടിവി പ്രഷർ. പ്രഷർ കുക്കറാ. 40 സെക്കൻഡാണ് ഫ്രണ്ടിലുള്ളത്. ഓക്കെ റാഷിദ് ടിവി ഡൗൺ. റാഷിദ് ടിവി ഡിബി റാഷി. ഇതാ റാഷിദ് ടിവിയുടെ കാറ്റ് തീർന്നു. ഇതാ റാഷിദ് ടിവി വെറുതെ ബോളൊക്കെ ഇറങ്ങി. റാഷിദ് ടിവി അതുകൂടി താഴക്കള. ഇല്ല അതപ്പുറത്ത് തഴപ്പൊക്കോളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഒരവസരം കൂടെ തരുമോ? തരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ കൊമ്പൻ നമ്മൾ ഒരു ചാൻസ് കൊടുക്കണം ഗൈസ്. ഓക്കെ, കൊമ്പൻ ആദ്യം ഊതിച്ചു എന്നുള്ള പരാതി ഗൈസ്. അപ്പൊ നമുക്ക് ഒരു ചാൻസ്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു അവസരം തരാം. എന്തായാലും നിന്റെ ഏറ്റവും സമയം കുറവ്. ഓക്കെ, എത്ര? 3 മിനിറ്റ് 14 സെക്കൻഡ്. അതിന്റെ താഴെ ഓക്കെ, അതിന് താഴെ നീ ഫിനിഷ് ചെയ്യുകയാണെന്ന് നീ വിന്നർ. ഓക്കെ സോ ഗൈസ്, ഓക്കെ അപ്പൊ നമ്മുടെ കൊമ്പന്റെ ടൈം ആണ്. അതിന്റെ കൊമ്പന് ശേഷം നമ്മുടെ അമി ബാക്കി ഉണ്ടായിരിക്കുന്നതാണ്. കൊമ്പ 3 മിനിറ്റ് 14 സെക്കൻഡ്. ഇതിന്റെ ഉള്ളിൽ തീർന്നില്ലെങ്കിൽ പിന്നെ ഓടി. ഓക്കെ 2 1 സ്റ്റാർട്ട്. മാറുന്നു ഇത് ഈ പോത്ത് ഇതെത്തുമ്പോ തീരും. അല്ലല്ല ബ്രിഡ്ജ് വരെ ഉള്ളു. ബ്രിഡ്ജ് തീരുമാനം. ഒരു മിനിറ്റില് വിളിച്ചു. അരമണിക്കൂർ ഇന്ന് സ്റ്റോപ്പ്. നിന്റെ ഫസ്റ്റ് പോയി. ഞാനെന്തായാലും സെക്കൻഡാ. ബിഷിപ്പി പാവം ഫസ്റ്റ് പ്രൈസ് പഠിക്കാൻ പോവാൻ വേണ്ടി പോന്നു. അവിടെ അരമണിക്കൂർ. അല്ല കൂടെ മറ്റേ വഴി ഇല്ല. അതാ അവസരം കൊടുക്കണ്ടായിരുന്നു. അയ്യോ ഈ അവസരം 2 മിനിറ്റ് അല്ല 1 മിനിറ്റാ. ഞാൻ 2 മിനിറ്റ് എനിക്കൊരു ചാൻസ് കൂടെ പ്ലീസ്. ശരി. ഗൈസ് ഓക്കെ, കൊമ്പൻ 1 മിനിറ്റ് ഇപ്പൊ ഫിനിഷ് ചെയ്തല്ലോ ഗൈസ്. ഓക്കെ, 1 മിനിറ്റ് താഴെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ഇവനും ട്രീറ്റ് തരേണ്ടി വരും. വാടാ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ട് ആണ്. ഞാൻ ഇവർക്ക് രണ്ടുപേരും കുറച്ച്, എനിക്ക് എന്തായാലും ചാൻസ് വേണ്ട, കാരണം ഇനി ഊതാനുള്ള കെൽപ്പില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇവനൊരു പൂതി ഗൈസ്. ഓക്കെ, ഒരു പൂതിയില്ല. ഒരു മിനിറ്റ് തീർത്തില്ലെങ്കിൽ ചെലവ് തന്നില്ലേ പൊന്നെ, നെഞ്ചും കൂടെ പൊളിക്കുള്ള കാര്യം പറഞ്ഞാ മതി. ആണ്ടവങ്ക തീ പൊടിക്കാൻ പോലെ 3 2 1 ആമിസ് മാറിന്നോ നിന്നെ കൊണ്ട് പോവാ. എന്താണ് ഇവിടെ ഊതി ഇങ്ങോട്ട് മാറിന്ന് ഇവ പ്രാന്ത് കളിക്ക് നിൽക്കുക. മിക്കവാറും എല്ലാരും പിടിച്ച് തിന്നാൻ ചാൻസ് ഉണ്ട്. ആമിഷ മാറി ആമിഷിന് എടുത്തോട്ട് പോകും. ധോണിയെ തിന്നല്ലേ. കഴിഞ്ഞ റൗണ്ടിൽ അവിടെ ചെക്കായി, ഈ റൗണ്ടിൽ അവിടെ ചെക്കായി. ഒരു മിനിറ്റ് കഴിഞ്ഞു മതി. 1 മിനിറ്റ് കഴിഞ്ഞു. ചെക്ക് പോയിന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എത്ര സെക്കൻഡ് മാറിന്നോ. ആ ചെക്ക പ്രാന്തായി നിൽക്കുവാണ്. പോയി ബോള് വായിലും കൂടി കടിക്കുന്നില്ല. 30 10 പോയി 1 2 ബ്രിഡ്ജ് തള്ളിയിടല്ലേ തെർമോക്കോളാണേ. 4 എത്ര സെക്കൻഡാ? 1 മിനിറ്റ് 6 സെക്കൻഡ്. 1 മിനിറ്റ് 6 സെക്കൻഡ്. 1 മിനിറ്റ് 6 സെക്കൻഡ്. ധോണിനെ പറഞ്ഞ
മറ്റേ മോനെ ചെലവെടുത്ത് പോയത്. എനിക്ക് ഇവനിക്കെന്ന് പറഞ്ഞത് രണ്ടാക്കും വേണം. എനിക്ക് ചിക്കിങ് വേണം. ഗൈസ് ഓക്കെ ചിക്കിങ് വേണം. വേണേ മേടിച്ചു ചിക്കിങ് ഓർഡർ അപ്പൊ തന്നെ അമ്മി സൂതിട്ട് നോക്ക് നീ നോക്ക്. ഇവിടെ എന്റെ കാലം മുന്നേ എത്തിക്കുക. അവള് വരെ ഈ സൈഡ് അവിടെ കിടന്നു. ടേബിളിൽ തട്ടരുത്, ഡ്രസ് ടേബിൾ തട്ടരുത്. എങ്ങനെ പോടി എങ്ങനെ പോടുക. ഒന്നും കൂടി ഊതിട്ട് പോ. അങ്ങനെ എത്തിക്ക്. ഇനി അങ്ങോട്ട് പോ. ബ്രിഡ്ജ് കടന്നതിന് ആമീസ് ജയിച്ചു. ഓക്കെ, ആമീസിന് ബ്രിഡ്ജ് വരുള്ളൂ. ആമീസിന് ബ്രിഡ്ജ് കടന്നതിന് ആമീസ് ജയിച്ചു. മുടി വറക്കണം അവളുടെ. ഊത്. ആമീസിന് കാറ്റ് ഇത് പോവും. ഊത്. ഇങ്ങടെ പോടല. അതെന്തിനാ മൂക്ക് വെച്ചിട്ട് തട്ടിക്കേ. അയ്യോ ചമ്മി. എന്ത് സാധനം പോരട്ടെ. സത്യം പറഞ്ഞ എന്നെ ഫോണൊന്നുമില്ല. ആണല്ലേ, നോട്ടെ. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ചെയ്യാം. എന്നെ ഇങ്ങനെ നിങ്ങള് ഇത് ചെയ്യരുത്. അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വെല്ലുവിളിക്കുമ്പോ ആലോചിക്കണായിരുന്നു. വെല്ലുവിളിക്കുമ്പോ കണ്ടില്ലല്ലോ. പകുതി. പിന്നെ സൂപ്പർ. അടിപൊളി. നീ അവിടെ എന്താ പന്തിന് മുമ്പ് വെക്കുന്ന മൂക്കും കൂടെ തട്ടിക്കോ. ഓക്കെ, 2 കില്ലുണ്ടാവും. എന്ത് നിങ്ങൾ രഹസ്യം പറയുവോ? അരമണിക്കൂർ നീ എന്നോട് അപേക്ഷിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് ടൈം പോകും. ചുണ്ടും കൊണ്ട് ഞാൻ ഊതിയില്ലെങ്കിൽ അവൾ ഊതിയ അതന്നെ അതിനോട് പറയാ കേറ് ഊത്. റാഷി ടിവിയും കൂടി റാഷി ടിവി എന്തിനാ ഇത് ചെയ്യുന്നേ? അതിങ്ങനെ തട്ടി പോകണ്ട കൊടുത്താൽ പോരാ. അതന്നെ ടവറൊക്കെ ഇന്ന് അടിച്ച് പൊട്ടിക്കും. വായം കൊണ്ടൊക്കെ കടിക്കുന്നു. ഫിനിഷ് 2 മണിക്കൂറിൽ ഫിനിഷ്. ചുണ്ടും താടെ എല്ലാം വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. അതൊക്കെ ചെയ്തോളാം. കൈ ഞാൻ ചത്താലും തുറക്കൂല. എന്നെ മോഹൻ ഞാൻ തരൂല. ഒരു 1500 2 ബക്കറ്റ്. എന്താ വേണ്ട? എനിക്ക് 27 മിനിറ്റ് ആയിട്ടാണ്. ഓക്കെ, നമുക്കിതിങ്ങനെ ഇതാണ് ഞാൻ ചാലഞ്ച് പങ്കെടുക്കാറ്. പങ്കെടുത്തതിന് വേണ്ടി കുറ്റബോധം തോന്നും. പങ്കെടുത്തിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള. അതല്ല എന്തേ ഇത് കഴിക്കൂ. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. എടോ മനസ്സിലാ തീർന്നതിന്റെ